ഡോക്ടർ പറഞ്ഞത് മനസ്സിനെ നിയന്ത്രിക്കണം, ആഹാരത്തെ നിയന്ത്രിക്കണം, വിശപ്പിനെ നിയന്ത്രിക്കണം. വിശപ്പിനെ പിന്നെ നിയന്ത്രിക്കാം, മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇല്ല, വിശപ്പിനെ നിയന്ത്രിക്കുന്നതും അത്ര എളുപ്പമല്ല. പക്ഷേ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിയിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തീരുമാനമാണ്. എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ തീരുമാനത്തിലാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഫോണിൽ കൂടെ ചോദിക്കാറുണ്ട്, ഇമെയിൽ പ്രവാഹമാണ്, ഇതെങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ല അങ്ങനെയല്ല ചെയ്യാൻ പറ്റില്ല, ഇത് എന്നെ രക്ഷിക്കൂ ഡോക്ടർ. ഇതാണ് ആദ്യത്തേത്. അപ്പോൾ രക്ഷിക്കണമെങ്കിൽ ആദ്യം സ്വയം ഒരു തീരുമാനം എടുക്കണം. അവിടെ മിക്കവാറും ഒരു പ്രോബ്ലി വിളിച്ച് ചോദിക്കുന്നവരിൽ ഒരു 90% അത് സാധിക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇത് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണെന്ന്. ഡിസിഷൻ എടുക്കുക എന്നുള്ള പ്രയാസമാണ്. പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. പലപ്പോഴും അവരുടെ ധാരണകൾ തന്നെ തെറ്റാണ്. ഇത് നമ്മളിപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരുമോ, ഇതാണ് ആദ്യത്തെ. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുള്ളത് പിന്നെ ഒരു ജ്യൂസ് കഴിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുമോ. ഇതൊക്കെ അവർ സ്വയം അതിനെപ്പറ്റി ഓരോ അസംഷനിൽ ഒരു നിഗമനങ്ങളിൽ എത്തിയിട്ട് ഇങ്ങനെ ആയിരിക്കും ഇതെന്നാണ് അവരുടെ ധാരണ. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. അപ്പം ഒരിക്കലും ഒരാളെ പട്ടിണി കിടക്കാൻ നമ്മൾ പറഞ്ഞുകൊണ്ട് അയാളുടെ വണ്ണം കുറയാൻ പറ്റില്ല. ബിക്കോസ് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മാർഗ്ഗം നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി പറ്റും, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിൽ നമുക്ക് അയാൾക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല അയാളോട് പറയുന്നതെങ്കിൽ ഒരു പ്രയോജനമില്ലെന്നുള്ളതാണ്. നമ്മൾ അഥവാ ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം പറ്റും. പക്ഷേ അയാൾ സ്ഥിരമായിട്ട് അയാളുടെ ജീവിതശൈലിയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ജീവിതശൈലിയിലാണ് മാറ്റാൻ ശ്രമിക്കുന്നത്. ജീവിതശൈലി മാറ്റുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അയാളുടെ ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ അയാൾ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങി രാത്രി കിടന്നുറങ്ങുന്നത് വരെ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ ശീലങ്ങൾ. ഇപ്പം ശീലങ്ങൾ മാറ്റണമെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അയാളുടെ ചിന്തകൾ മാറ്റണം, അല്ലെ അയാളുടെ വാക്കുകൾ മാറണം. ഇതെല്ലാം മാറിയാൽ മാത്രമേ ഒരാളുടെ ശീലങ്ങൾ മാറ്റാൻ പറ്റൂ. ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. അതല്ലാതെ അതിൽ കുറഞ്ഞ ഒരു പരിപാടി കൊണ്ടും ശാശ്വതമായി ഒരു പരിഹാരമില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ രക്ഷപ്പെടണം എന്ന് തോന്നണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് അറിയണം, ഇതുകൊണ്ട് ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ഈ രക്ഷപ്പെടണം എന്ന് തോന്നണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതാരാണ്? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യം 1 കിലോ ഓവർ വെയ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ആ ചിന്താഗതി ആദ്യമേ വരേണ്ടത്. ഏതൊരു വ്യക്തിക്ക് 1 കിലോ തൂക്കത്തിൽ നിന്നും 2 ആൾ എന്നെ വഴി കാണുമ്പോൾ ചോദിക്കും, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, എനിക്ക് വണ്ണക്കൂടുതലുണ്ടോ ഡോക്ടർ? ആ വണ്ണക്കൂടുതലുണ്ട്. ചിലപ്പോൾ 5 കിലോ 10 കിലോ ഒക്കെ അവർക്ക് വണ്ണക്കൂടുതലുണ്ട്. പക്ഷേ അതൊന്നും അവർക്കൊരു വണ്ണക്കൂടുതലായിട്ട് തോന്നുന്നേ ഇല്ല. എസ്പെഷ്യലി ആണുങ്ങൾക്ക് ഒരു 5 കിലോ 10 കിലോ കഴിഞ്ഞാൽ മാത്രമേ അതൊരു വണ്ണക്കൂടുതലിൻ്റെ ഒരു പ്രശ്നമായിട്ട് അവർക്ക്. നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ഓരോ കിലോയും, എക്സസ് ഉണ്ടാകുന്ന ഓരോ കിലോയും നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായ മെഡിക്കൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ 1 കിലോ ഓവർ വെയ്റ്റ് ആണെങ്കിലും അവരും ഒരു അത് നമുക്ക് ഞാൻ അത് പറഞ്ഞ കാര്യം പറഞ്ഞാൽ 1 കിലോ മെഡിക്കൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതല്ല. 1 കിലോ ഓവർ വെയ്റ്റ് ആണ് എപ്പോഴും 5 കിലോ ഓവർ വെയ്റ്റ് ആകുന്നത്. 5 കിലോ ഓവർ വെയ്റ്റ് ആണ് എപ്പോഴും 10 കിലോ ഓവർ വെയ്റ്റ് ആകുന്നത്. 10 കിലോ ഓവർ വെയ്റ്റ് ആണ് 20 കിലോ ഓവർ വെയ്റ്റ് ആവുന്നത്. അപ്പോൾ 20 കിലോ ഓവർ വെയ്റ്റ് ഉള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും 20 കിലോ ആയിട്ടല്ല ഓവർ വെയ്റ്റ് തുടങ്ങുന്നത്. ഇതാണ് ഒരു പക്ഷേ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു വണ്ടി ഒരിക്കലും 90 കിലോമീറ്റർ ഓവർ സ്പീഡിൽ പോകുന്നു എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ഓവർ സ്പീഡിൽ പോയിട്ടേ 90 കിലോമീറ്റർ ഓവർ സ്പീഡ് ആവും. അപ്പോൾ ബുദ്ധി അതിൻ്റെ സ്പീഡ് ലിമിറ്റ് 70 ആകുമ്പോഴേ നിയന്ത്രിക്കുന്നതാണ്. അതാണ് അത് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഒരു കൈവിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഗാലാൻഡിൽ പോണ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാട്ടർ സ്ലൈഡ്സിലൊക്കെ പോകും. നമുക്ക് വേണമെങ്കിൽ വാട്ടർ സ്ലൈഡിൽ കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. വാട്ടർ സ്ലൈഡ് കയറി താഴോട്ടുള്ള ഇറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് നിർത്താൻ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേളിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ചാട്ടം നമ്മൾ ഈ നമ്മുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഡൗൺ സ്ലൈഡ്, ലാൻഡ് സ്ലൈഡ് തുടങ്ങുന്നത് നമ്മൾ നിയന്ത്രിക്കണോ വേണ്ടയോ എന്ന് ആ ചാട്ടം തുടങ്ങുന്നതിന് മുമ്പേ തീരുമാനിക്കണം. പക്ഷേ ഞാൻ പറയുന്നത് തുടങ്ങിക്കഴിഞ്ഞാലും വേണമെങ്കിൽ ജീവിതത്തിൽ എഗെയിൻ ഞാൻ നമ്മുടെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ, ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഒരു യു ടേൺ പോസിബിളാണ്. ആ യു ടേൺ എടുക്കാനുള്ള ഡിസിഷൻ നമ്മൾ എടുക്കണം. യു ടേൺ എടുക്കാനുള്ള ഡിസിഷൻ എടുത്തവനെ മാത്രമേ നമുക്ക് സഹായിക്കാനാവൂ. ഇപ്പോൾ ഞാനൊരു എക്സ്പേർട്ട് എന്ന നിലയിൽ എനിക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ ഗണേശൻ എനിക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഗണേഷ് ആദ്യം ഒരു തീരുമാനം എടുക്കണം, എനിക്ക് രക്ഷപ്പെടണമെന്ന്. ആ ഡിസിഷൻ എടുത്ത ഒരാളിനെ നമുക്ക് മനഃശക്തി വരുത്താം, മോട്ടിവേഷൻ വരുത്താം, എല്ലാം നടത്താം. പക്ഷേ എന്നെ അടിച്ചു വന്നാലും ഞാൻ രക്ഷപ്പെടില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാളെ, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത ഒരാളെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താനാവും?
ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, ഡോക്ടർ ഈ പിന്നെ വണ്ണം കൂടുതലുള്ള ആൾക്കാരെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അതിന് വേണ്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്ന ഒരാളാണ്, അല്ലേ? ആണ്. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക, സഹായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം ഇവരിത് ചെയ്യുന്നുണ്ടോ, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും? അതിനും ഒരു സംവിധാനമുണ്ട്. അതായത് രാവിലെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പാണ് സാധാരണ ചെയ്യുന്നത്. അത് രാവിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രാവിലെ ഒരു 7:30 തുടങ്ങിയ വൈകുന്നേരം ഒരു 7:30 വരെ നീണ്ടു നിൽക്കുന്നൊരു പ്രോഗ്രാമാണ്. അത് തീരുന്നില്ല. ഞാൻ അതൊരു ദിവസത്തിൻ്റെ അവരുടെ തുടക്കം മാത്രമാണ്, അവരുടെ മനസ്സിനെ മാറുന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. അതിനുശേഷം അവരെ സസ്റ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയുള്ള കോൺടാക്ട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഫേസ്ബുക്കാണ് അതിനെ വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, ഫോൺ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്, ഇമെയിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പായിട്ട് അവർ ഓടുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയില്ല, ഒരു പക്ഷി ഇപ്പോൾ സൈബീരിയയിൽ നിന്ന് പക്ഷികൾ ഇങ്ങോട്ട് പറക്കുമ്പോൾ അവർ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടം തെറ്റിക്കഴിഞ്ഞാൽ അവർ എത്താനുള്ള സാധ്യത കുറവാണ്. നേരെ വെച്ച് കൂട്ടത്തിൽ പറക്കുന്നതാണ് എപ്പോഴും നല്ല. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അല്ലാതെ അവർക്ക് ആ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു സംവിധാനമുണ്ട്. ഈ വണ്ണം കൂടുതൽ എന്ന് പറയുന്ന ഒരാൾക്ക് വണ്ണം കുറയ്ക്കണമെന്ന് തോന്നണമെങ്കിൽ, ഈ വണ്ണം കൂടുതൽ മാത്രം ഒരു പ്രശ്നമാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ വരുന്ന ഒരുപാട് കോമോർബിഡിറ്റീസ് എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് രോഗാവസ്ഥകളുണ്ട് ഈ വണ്ണം കൂടുതൽ എന്നുള്ളതിൻ്റെ കൂടെ വരുന്നത്. അത് കാരണം അതെന്തൊക്കെയാണെന്ന് പറയാമോ? അത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് അടുത്ത 2-3 ദിവസം സംസാരിക്കാനുള്ള കാര്യമുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം, നമ്മുടെ മലയാളിയിൽ കാണുന്ന ഏറ്റവും വലിയ അസുഖങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് പ്രമേഹം, ഡയബറ്റിസ് തന്നെ തൊട്ട് മുന്നോടിയായിട്ട് ഒരു പക്ഷേ അധികം പേര് കേട്ടിട്ടില്ലാത്ത മെറ്റബോളിക് സിൻഡ്രോം അല്ലെ സിൻഡ്രോം എക്സ് എന്ന് പറയുന്നൊരു സംഭവം, പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ വാല്യൂ, കൂർക്കം വലി, പിന്നെ ഫാറ്റി ലിവർ, പിന്നെ പറയുകയാണെങ്കിൽ ജോയിൻറ്റ് പെയിൻസ്, ഇങ്ങനെ ഇത് ഞാൻ ഒരു തുടക്കം മാത്രമേ പറഞ്ഞുള്ളൂ. ഇൻഫെക്ഷൻ തുടങ്ങി ഡിപ്രഷൻ, ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വണ്ണക്കൂടുതലുമായിട്ട് ബന്ധം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആളുകളെ ബാധിക്കുന്ന മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും ഒബീസിറ്റിയുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതിനിപ്പോൾ നമ്മളീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നമ്മുടെ ഇന്ന് ഗൂഗിൾ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും ആളുകൾക്ക് താല്പര്യം. വണ്ണക്കൂടുതലിൻ്റെ ദോഷങ്ങൾ എന്തെന്ന് ഒന്ന് അടിച്ച് ശ്രമിച്ചൊന്ന് വായിച്ച് നോക്കണം. അപ്പോഴേ നിങ്ങൾക്കൊരു റിവലേഷൻ പോലെ ഒരു വലിയ എന്താണ് പറയുന്ന ഒരു ഉൾക്കാഴ്ച അപ്പം നമുക്ക് കിട്ടുള്ളൂ. വണ്ണക്കൂടുതലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഡയബറ്റീസിനെ പറ്റി എല്ലാവരും പറയും. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വയറ് വലുതായി വരിക, അതായത് വയറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ്, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ വാല്യൂ കൂടുതൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊന്നും സാധാരണ അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഡയബറ്റീസ് ഉണ്ടോ നോക്കി കുഴപ്പമില്ല, എനിക്ക് പ്രമേഹമില്ല എന്നാണ് പൊതുവെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഉയർന്ന മരണനിരക്കിന് കാരണമായിട്ടുള്ള, ഉയർന്ന ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട അസുഖമാണെന്നുള്ളത് പലരും തിരിച്ചറിയുന്നില്ല. ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 10 പേർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. മാത്രമല്ല മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവർക്ക് ഡയബറ്റീസായി ഭാവിയിൽ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റീസ്, ഇപ്പോൾ ഒരാളുടെ നമുക്കൊരു എക്സസ് ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 80 കിലോ ഉണ്ട് എന്ന് വെച്ചോളൂ. എൻ്റെ ഐഡിയൽ വെയ്റ്റ് 60 കിലോ ആണ്. ഞാൻ ഈ 80 കിലോയെ 72 കിലോ ആക്കി 10% കണ്ട് കുറയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 50% കണ്ട് കുറയ്ക്കാമെന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ക്യാൻസറുകൾ. കേരളത്തിൽ കാണുന്ന 8ഓളം ക്യാൻസറുകൾ. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഉണ്ടായിട്ടുള്ള, നിങ്ങളുടെ പരിചയക്കാർക്ക് ഉണ്ടായിട്ടുള്ള ക്യാൻസറുകളുടെ പേരായിരിക്കും ഞാനിപ്പോൾ പറയാൻ പോണത്. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകളിൽ വരുന്ന യൂട്രസ് ക്യാൻസർ, സെർവൈക്സ് ക്യാൻസർ, ആണുങ്ങളിലുണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഈസോഫാഗസ് അന്നനാളത്തിൻ്റെ ക്യാൻസർ, കോളോറെക്ടൽ മലാശയത്തിൻ്റെ വൻകുടലിൻ്റെയും ക്യാൻസർ, പാൻക്രിയാസിൻ്റെ ക്യാൻസർ, കിഡ്നിയുടെ ക്യാൻസർ, ഇവയെല്ലാം വണ്ണമുള്ളവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10% അമിതവണ്ണം 10% കൊണ്ട് പിന്നെ കുറയ്ക്കുകയാണെങ്കിൽ ഇത്തരം ക്യാൻസറുകൾ വന്ന് മരിക്കാനുള്ള സാധ്യത 40% കണ്ട് കുറയ്ക്കാൻ പറ്റും എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹം വരാനുള്ള ചാൻസ് 50% കണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ഇത്തരം ക്യാൻസർ വരാനുള്ള സാധ്യത 40% കണ്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതൊരു വലിയ മോട്ടിവേഷൻ അല്ലേ? ഈ വണ്ണം കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് മരിക്കാനുള്ള സാധ്യത, കുറച്ച് പറഞ്ഞാൽ ക്യാൻസർ വന്ന് മരിക്കാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 40% കണ്ട് കുറയ്ക്കാമെന്നുള്ളതാണ്. അത് തന്നെ ഒരു കാരണമാണ്. അതൊരു വലിയ മോട്ടിവേഷൻ. നമ്മൾ ഇന്നത്തെ കാലത്ത് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം നമ്മൾ ആളുകൾ ചെയ്യുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള വലിയ വില കൂടിയ പിന്നെ ജ്യൂസുകൾ മേടിച്ച് കഴിക്കുന്ന ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ വരാതിരിക്കണമെന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആഹാരം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും പ്രധാനം നിങ്ങളുടെ അമിതവണ്ണം
ഡോക്ടർ, ഈ ഒരു ENT സർജൻ ഇപ്പം നമ്മൾ ഇത്ര നേരം അമിതവണ്ണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും കുറച്ച് അശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ENT സർജൻ ഈ ഒരു പാതയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? എനിക്ക് അമിതവണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് 122 കിലോയോളം ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനത് 82 കിലോ ആയിട്ട് കുറച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ണം അത് തീരെ മെലിഞ്ഞിരിക്കുന്നു എന്ന് എൻ്റെ വീട്ടുകാരും അടുത്ത പരിചയമുള്ളവരും പറഞ്ഞപ്പോൾ 1-2 കിലോ കൂടി. ഇപ്പം 84 കിലോ ആണ്. അപ്പം ഞാനത് സ്വയം പരീക്ഷിച്ച്, അപ്പോൾ ഞാൻ അങ്ങനെ പല മാർഗ്ഗങ്ങളും നോക്കി പരീക്ഷിച്ചിട്ട് രക്ഷയില്ലാതെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനൊരു മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ട്, എന്നുവെച്ചാൽ മെഡിറ്റേഷൻ എനിക്ക് 10-25 വർഷമായിട്ട് ഒരു ശീലമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ ആഹാരം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള കാഴ്ചപ്പാടിൽ അത് പരീക്ഷിച്ച് നോക്കി വിജയിക്കുകയും അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളും പരിചയക്കാരും വന്ന് അത് അങ്ങനെ അവസാനം വലിയ പ്രസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ 1000-ഓളം പേരിൽ ചെയ്തിട്ടുള്ള അവരിൽ നിന്നുണ്ടായതിൻ്റെ എഫക്റ്റ് ഇതിൻ്റെ എല്ലാം കൂടെ കോംപ്രിഹെൻഡ് ചെയ്തിട്ടാണ് തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ തുടങ്ങിയതിനെ വെച്ചിട്ട് ഞാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയാം എന്തുകൊണ്ടാണ് ആളുകൾ ഭക്ഷണത്തിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും, എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവരെ ഓരോ സ്ഥലത്തിലും കെട്ടാനുള്ള മാർഗ്ഗങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും അത് വളരെ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 പേര് ചെയ്ത് കഴിഞ്ഞാൽ 97% പേരും അത് ഫലപ്രദമായിട്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് സാധ്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരിക്കൽ ഒരു കറക്റ്റായിട്ട് ഒരു സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നത് സാധാരണ നമ്മളൊരു DVD റൈറ്റ് ചെയ്യും പോലാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള ആ പ്രോഗ്രാം ഒരിക്കൽ റൈറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിലുണ്ടാവും. അത് നമ്മുടെ ബ്രെയിനിൽ അത് ഒരിക്കലും മാറാത്തൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ആക്ച്വലി ഈ നേരത്തെ ചോദിച്ചില്ല, ഒരു ദിവസം കൊണ്ട് അവരെങ്ങനെ മനസ്സ് മാറുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അതിനൊരു ഇൻഡോക്ട്രിനേഷൻ്റെ പ്രിൻസിപ്പിളാണ് അതിന് യൂസ് ചെയ്യണത്. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാർ ഫ്രണ്ടിലോട്ട് പിന്നെ നമ്മൾ പട്ടാളക്കാരെ വിടുന്നതിന് മുന്നേ ഒരു സ്പീച്ചുണ്ട്. അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതെന്നെ കൊണ്ട് സാധിക്കും, ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു ബോധം, അല്ലെങ്കിൽ ഒരു വിൽ പവർ, അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഒരാളുടെ മനസ്സിലുണ്ടാക്കി മാറിക്കഴിഞ്ഞതിൽ വിജയിച്ചാൽ അതോടുകൂടി അവൻ രക്ഷപ്പെടും എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അമിതവണ്ണമുള്ളവർക്ക് ക്വിക്സ്ലിം പോലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എന്നാലും ഞാൻ ചോദിക്കുക, അമിതവണ്ണം ഇല്ല എന്നാൽ വരാൻ സാധ്യതയുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അതാണ് ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് അമിതവണ്ണത്തിലേക്ക് പോകാതെ അവരുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഒരു ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട് അവർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും? വളരെ സിമ്പിളാണ്. നമ്മൾ 18 വയസ്സിൽ കഴിച്ച പോലെ ഒരിക്കലും 25-ാമത്തെ വയസ്സിൽ കഴിക്കരുത്. 25 വയസ്സിൽ കഴിച്ച പോലെ ഒരിക്കലും 35-ാമത്തെ വയസ്സിൽ കഴിക്കരുത്. 35-ാമത്തെ വയസ്സിൽ കഴിച്ച പോലെ 45-ാമത്തെ വയസ്സിൽ കഴിക്കരുത്. അതിനുശേഷമൊക്കെ ആഹാരം വളരെ കുറച്ച് മതി. അപ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വെയ്റ്റിനെ പറ്റി, നിങ്ങളുടെ ഐഡിയൽ വെയ്റ്റ് എത്രയാണെന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും. അത് വെയിങ് മെഷീൻ ആദ്യം മേടിക്കേണ്ട ഒരു വെയിങ് മെഷീനാണ്. അങ്ങനെ ഭയമുള്ളവർ ആദ്യം ചെയ്യേണ്ട ഒരു വെയിങ് മെഷീൻ മേടിക്കണം. ഇല്ലെങ്കിൽ സ്പീഡോമീറ്റർ ഇല്ലാത്ത കാറിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇരിക്കും. അപ്പോൾ ആദ്യം ഒരു വെയിങ് മെഷീൻ മേടിക്കണം. മേടിച്ച് കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു ധാരണ, എന്ത് കഴിക്കണം എന്നുള്ളതിനെപ്പറ്റി ഒരു ബോധം വേണം. അവയർനെസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മറന്ന ആഹാരം കഴിക്കരുത്. ഒരിക്കലും ഭക്ഷണത്തിന് ന്യൂട്രീഷണൽ വാല്യൂവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. മനുഷ്യൻ മാത്രമേ ഉള്ളൂ പ്ലഷറിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരേ ഒരു ജീവി. അപ്പോൾ പ്ലഷറിന് വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിക്കുക. രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. പ്ലഷറിന് വേണ്ടി ഭക്ഷണത്തിനെ ഉപയോഗിക്കാതിരിക്കുക, അതേസമയം കഴിക്കുന്ന ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിക്കുക, വളരെ പതുക്കെ കഴിക്കുക. നമ്മുടെ ചുണ്ട് മുതൽ തൊണ്ട വരെ മാത്രമാണ് നമ്മുടെ ആഹാരത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കഴിക്കുന്നത് ഒരു ഐസ്ക്രീം നുണഞ്ഞ് കഴിക്കുന്നത് പോലെ ആഹാരം ആസ്വദിച്ച് കഴിക്കുക. കഴിക്കുന്ന ആഹാരത്തിനെ പറ്റി പൂർണ്ണമായ ബോധമുണ്ടാകുക. നമ്മൾ വണ്ണക്കൂടുതലാണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത്യാവശ്യം എക്സസൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളോട് ചോദിക്കുക. ഇതാണ് ഇതിനുള്ള ഒരേ ഒരു മാർഗ്ഗം. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ വിനോദ് ബി നായർ, അദ്ദേഹം ഒരു ലൈഫ് സ്റ്റൈൽ ട്രെയിനറാണ്, ഇപ്പോൾ ENT സർജനും കൂടിയാണ്. അദ്ദേഹം സംസാരിച്ചത് അമിതവണ്ണത്തെക്കുറിച്ചും അമിതവണ്ണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും അമിതവണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്കുകളെക്കുറിച്ചും അദ്ദേഹം അതിനുവേണ്ടി സ്വീകരിച്ചിരുന്ന സ്വന്തം കാര്യത്തിൽ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ അദ്ദേഹം 10,000 സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അതാണ് വേണ്ടത്. അദ്ദേഹം 1000-ഓളം ആൾക്കാർക്ക് ഈ വണ്ണം കുറയ്ക്കാനുള്ള സഹായം അല്ലെങ്കിൽ ആ ട്രെയിനിങ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും ഈ വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctor.kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.